ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്നും ഈ ആശയത്തെ ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ കണ്ടെത്തുന്നതിന് സൌഹൃദ രാജ്യങ്ങളുമായി രഹസ്യാന്വേഷണ ഏകോപനം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത ചലച്ചിത്രകാരനും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവുമായ ശ്യാം ബെനഗൽ അന്തരിച്ചു. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. കേരളത്തിലെ മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ICC ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വൈദ്യശാസ്ത്ര മേഖല കേവലം ഉപജീവനത്തിനുള്ള മാർഗം മാത്രമല്ലെന്നും സാമൂഹ്യ സേവനത്തിനുള്ള അവസരമാണെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡൽഹിയിൽ നടന്ന വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജിലെ 8ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവ ഡോക്ടർമാർ പ്രധാന പങ്ക് വഹിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ആശയത്തെ ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ലോകത്ത് അശാന്തിയും ആക്രമണവും ഉണ്ടാകുന്നത് തന്നെ വേദനിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. The teachings of Lord Christ celebrate love, harmony and brotherhood. It is important that we all work to make this spirit stronger. But it pains my heart when there are attempts to spread violence and cause disruption in society. ദേശീയ താൽപര്യത്തിനും മനുഷ്യ താൽപര്യത്തിനും മുൻഗണന നൽകുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർദിനാളായി സ്ഥാനമേറ്റ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെയും ശൃംഖലകളെയും കണ്ടെത്തുന്നതിന് സൌഹൃദ രാജ്യങ്ങളുമായി രഹസ്യാന്വേഷണ ഏകോപനം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ശതാബ്ദി എൻഡോവ്മെന്റ് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ നൂതനമായ വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ കാലികമായ ചിന്തകൾ ആവശ്യമാണ്. രഹസ്യാന്വേഷണ നിയമനിർവഹണ ഏജൻസികൾ, AI, മെഷീൻ ലേണിംഗ് എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യനെ നിയമിച്ചത്. പ്രിയങ്ക് കനൂങ്കോ, റിട്ടയർഡ് ജസ്റ്റിസ് ബിദ്യുത് രഞ്ജൻ സാരംഗി എന്നിവരെ കമ്മീഷൻ അംഗങ്ങളായി നിയമിച്ചിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 23 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ 2023 ജൂൺ 29 വിരമിച്ചത്. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അധ്യക്ഷത വഹിക്കും. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ സംരംഭങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. മാപ്പ് പോർട്ടൽ, AI അധിഷ്ഠിത ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ 2.0, ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പ് തുടങ്ങിയ സംരംഭങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക. വിദേശകാര്യമന്ത്രി S ജയശങ്കർ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അമേരിക്കയിലെത്തും. സന്ദർശനവേളയിൽ ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. അമേരിക്കയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം അധ്യക്ഷനാകും. മൈ ഭാരത് ഗുഡ് ഗവേണൻസ് പദയാത്ര ഗുജറാത്തിലെ വഡ്നഗറിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് 8 കിലോമീറ്റർ യാത്ര സംഘടിപ്പിക്കുന്നത്. 15,000-ഓളം വിദ്യാർത്ഥികൾ പദയാത്രയിൽ പങ്കെടുക്കും. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് പരിപാടിയുടെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ കാലാവസ്ഥാ പ്രതിബദ്ധതകളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഹരിത സുസ്ഥിര അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാരും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും $500 ബില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു.
കണക്ടിവിറ്റി, ഊർജ്ജ പരിവർത്തനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകുന്ന പദ്ധതികൾക്കായാണ് വായ്പ അനുവദിക്കുന്നത്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി മുഖേനയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. 1934 ഡിസംബർ 14 ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ് ശ്യാം ബെനഗൽ ജനിച്ചത്. പ്രശസ്ത ഫോട്ടോഗ്രാഫറായിരുന്ന പിതാവ് ശ്രീധർ ബി ബെനഗലിന്റെ ക്യാമറ ഉപയോഗിച്ചാണ് 12ാം വയസ്സിൽ ശ്യാം ബെനഗൽ തന്റെ ആദ്യ ചിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ ആവിഷ്കരിച്ച ബെനഗൽ സ്വന്തമായി ഒരു സിനിമാ ശൈലി തന്നെ സൃഷ്ടിച്ചു. തിരക്കഥാകൃത്തെന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾക്കും ശ്രീ ബെനഗൽ അർഹനായി. ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 7 തവണ കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭയായിരുന്നു ശ്യാം ബെനഗൽ. അങ്കുർ, ഭൂമിക, നിശാന്ത്, മന്ഥൻ, സർദാരി ബീഗം, സുബൈദ തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു. രാജ്യസഭാംഗമെന്ന നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ട് സ്ഥാപിച്ച മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 131.3 കോടി രൂപ ചെലവഴിച്ചാണ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി. 10 ടണ്ണാണ് ഉത്പാദനക്ഷമത. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയായ CISF പുതിയ നിയമന നയം അവതരിപ്പിച്ചു. ആദ്യമായി ചോയ്സ് അധിഷ്ഠിത പോസ്റ്റിംഗ് അവതരിപ്പിച്ചതായി CISF IG ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ ഉദ്യോഗസ്ഥർക്കും ഇഷ്ടമുള്ള 10 സ്ഥലങ്ങൾ നിയമനത്തിനായി തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും. 2 വർഷത്തിനുള്ളിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ തിരഞ്ഞെടുക്കുന്ന 3 സ്ഥലങ്ങളിൽ ഒരിടത്ത് നിയമനം നൽകും. സ്ത്രീകളുടെയും ദമ്പതികളുടെയും കാര്യത്തിൽ 6 വർഷത്തെ സേവനത്തിന് ശേഷം നിയമനം ആഗ്രഹിക്കുന്ന കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. ഡോക്ടർമാരുടെ രൂക്ഷമായ ക്ഷാമം കണക്കിലെടുത്ത് ഒഴിവിലുള്ള മെഡിക്കൽ സീറ്റുകൾ നികത്തുന്നതിനായി പ്രത്യേക കൌൺസിലിംഗ് നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഒഴിവുള്ള NRI സീറ്റുകൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റി നികത്താവുന്നതാണെന്ന് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. വിലയേറിയ മെഡിക്കൽ സീറ്റുകൾ പാഴാകരുതെന്നും 2024 ഡിസംബർ 30 മുമ്പ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 5-8 ക്ലാസുകളിലെ നോ ഡിറ്റൻഷൻ നയം റദ്ദാക്കി കേന്ദ്ര സർക്കാർ. മുൻപ് 5-8 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടാലും അടുത്ത ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുമായിരുന്നു. എന്നാൽ പുതിയ നയമനുസരിച്ച് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 2 മാസത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ വീണ്ടും അവസരം നൽകും. തുടർന്നും പരീക്ഷയിൽ പരാജയപ്പെടുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. ICC ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും. വഡോദരയിലെ കൊടംബി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഞായറാഴ്ച ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 211 റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പാഡെക്സ് മിഷൻ ഈ മാസം 30 വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് ഉപഗ്രഹങ്ങളെ വഹിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. സ്പാഡെക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സംവിധാനമുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്നും ഈ ആശയത്തെ ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ കണ്ടെത്തുന്നതിന് സൌഹൃദ രാജ്യങ്ങളുമായി രഹസ്യാന്വേഷണ ഏകോപനം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത ചലച്ചിത്രകാരനും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവുമായ ശ്യാം ബെനഗൽ അന്തരിച്ചു. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. കേരളത്തിലെ മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ICC ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.